ട്രാൻസിഷൻ ചെയ്താലോ. ഞാൻ ആകെ കൂടി ഒരു 3-4 ട്രാൻസിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ട്രാൻസിഷന് ഞാൻ അധികം എക്സ്പെക്ടേഷൻസും വെച്ചിട്ടില്ല. സോ എനിക്ക് ട്രാൻസിഷൻ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഭാരി പറന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിനായിട്ട് ഞാൻ കുറേ ആലോചിച്ചു ഇങ്ങനെ ചെയ്യാൻ, ഫാൻ കൊണ്ട് വെച്ചാലോ അപ്പോൾ ഒന്നും ഒരു എഫക്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വന്നൊരു ഐഡിയ ആണ്. ഓക്കെ, ഇത് ബ്ലോവറാണ്, നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ പറത്തി കളയാൻ പറ്റുന്ന ബ്ലോവർ. സോ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറത്തും. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എനിക്കൊരു എക്സ്പെക്ടേഷൻസ് ഇല്ല. കാരണം ഈ പാട്ടിനൊക്കെ ട്രാൻസിഷൻ ചെയ്ത് എനിക്കൊരു എഡിറ്റിങ്ങും അറിയില്ല, ഒരു മണ്ണാങ്കട്ട അറിയില്ല. സോ സപ്പോർട്ട് മീ. ഇത് BTS ആണ്, ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. സോ ബാക്കി നിങ്ങൾ കാണുക. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തു. നിറച്ച് പൗഡറാണ്. നമുക്ക് പൗഡർ എല്ലാവർക്കും പൗഡർ. ഓക്കെ, ഞാൻ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് ഇടുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബന്ധാന വരും, ഒരു ചീറ്റയുടെ ബന്ധാന, പിന്നെ ഒരു ബ്ലാക്ക് ഷോൾ. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇനി സെറ്റാക്കാൻ പോകുന്നത്. സോ അത് കഴിഞ്ഞിട്ട് കാണാം. മുടി സെറ്റാക്കി പ്ലെയിൻ ഷോൾ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഷോൾ എടുക്കാം. സോ ഇതും ഓക്കെ ആയി. ഇനി ബന്ധാന കിട്ടിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ ബന്ധാന ആഡ് ചെയ്തു. കണ്ടോ, ബന്ധാന ആഡ് ചെയ്തു. ഇനി നോസിൽ ഇങ്ങനെ വലിയ സംഭവമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നല്ല കോമഡിയാണ്. കറൻറ്റ് എൻ്റെ ലിപ്പിലുള്ള സംഭവം എന്ന് വെച്ചാൽ അതാണ്. ഇതൊരു നെക്ലസ് ആണ്, ഇതൊരു മാലയാണ്, 3 ഇടുന്നൊരു മാലയാണ്. ഇതിൽ ഞാൻ ഇത് ഊരിയിട്ട് ഞാൻ ഇത് ഇടാം. ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് എൻ്റെ ബുദ്ധി. അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാക്കി. ബന്ധാനൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധനം. സോ ഈ ലുക്ക് കഴിഞ്ഞ് ഇനി ഒരു ബാംഗിൾസിൻ്റെ അറിയില്ല, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതാണ് എനിക്ക് പ്രാന്തരം പോകണമെങ്കിൽ അത് ഇഷ്ടമല്ല അങ്ങനെ ഷൂട്ട് ചെയ്യാം. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ മറന്നുപോയി. സോ അത് നമുക്ക് ചെയ്യണം. ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രം ഉണ്ടാകും. കുറച്ച് പൗഡർ ഗൈസ്. ഇത് എന്ത് ഇതവിടെ നിൽക്കുന്നില്ല, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ലാസ്റ്റ് ഐലൈനർ അവിടെ വെച്ച് ഞാൻ ഒട്ടിച്ച് കണ്ടോ, സെറ്റായി. എന്തായാലും എല്ലാത്തിനും ഐഡിയ ഉണ്ട്. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇത് ഉണങ്ങിയിട്ട് ഞാൻ വരാം. ഇത് ഒട്ടി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു. ഇനി ചുമപ്പ ലൈറ്റ്. ഓക്കെ, റെഡ് ലൈറ്റ്. അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ മറ്റേ ഖത്തർ അങ്ങനെ ഏതോ ചോക്ലേറ്റിൻ്റെ റാപ്പാണ്. അത് ഞാൻ എൻ്റെ എന്തിലേക്ക്, ടോർച്ചിലേക്കോ അല്ലെങ്കിൽ ലാമ്പ്, അതായത് ഫ്രൂട്ട് ലാമ്പ് സ്റ്റഡി ടേബിളിൽ വയ്ക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിലേക്ക് ഞാനിത് ഒട്ടിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർത്തും ഞാൻ. എന്നിട്ട് ലൈറ്റ് സെറ്റ് ആക്കാം. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ വരുന്നില്ല. അതവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത ട്രാൻസിഷൻ എടുക്കാം. ഇതിപ്പോൾ സെറ്റായി കണ്ടല്ലോ. ലൈറ്റ്സ് ഓഫ് ആൻഡ് ലൈറ്റ്സ് ഓൺ. ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്തു. ഇതാണ് ബാഗ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ഒരു പാവാടയാണ്. അത് ഞാൻ ഇതിങ്ങനെയും ഇവിടെ ഒരു പിൻ കുത്തിയിട്ടും ഞാൻ സെറ്റാക്കി. എനിക്കൊരു സ്റ്റാൻഡ് വരും, അത് ഞാൻ പിൻ കുത്തി സെറ്റാക്കി. ടോട്ടലി പറയുകയാണെങ്കിൽ ഇതെൻ്റെ പണ്ടത്തെ ഒരു പാവാടയാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. സോ ഇതിന് ഞാൻ ഹൈറ്റ് കുറയ്ക്കണം. ഇവിടെ എവിടെയെങ്കിലും സ്റ്റൂൾ തപ്പാം, അതിലിരിക്കണം, എന്നിട്ട് വേണം വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതൊരു റിയലാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളും കൂടി അറിയിക്കണം. നമ്മൾ BTS ഒന്നും കാണിക്കണ്ട, ഡയറക്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഇത്രയധികം സാധനങ്ങളിലായിട്ടാണ് ഒന്നും ചെയ്യാണ്ടിരിക്കണമെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ പാട്ടിൽ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, ഞാനപ്പോൾ വീഡിയോ എടുത്ത് റിസൾട്ട് നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺഡ്.